കേരളത്തിലുള്ള കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഡയറി കോളേജ്, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊഫഷണൽ കോളേജുകൾ ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഏതൊക്കെ കോളേജ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ കോളേജുകളിലും ഒരു ലിസ്റ്റ് തന്നെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടില്ല എവിടെയൊക്കെ ഈ കോളേജുകൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് വായിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ DTയുടെ കീഴിലുള്ള ഏകദേശം 9 കോളേജുകളാണ് നമ്മൾ ഗവൺമെൻറ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളും അതേപോലെ എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ജാതിക്കാർക്കും ഓരോന്നും ഇതായിട്ട് 3 എണ്ണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് കോളേജാണ്. നമ്മൾ ഇടുക്കിയിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, മൂന്നാമത്തെ കണ്ണൂരുള്ള ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നാലാമത്തെ കോട്ടയം പാമ്പാടിയിലുള്ള RIT എന്ന് പറയും, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അഞ്ചാമത്തെ ശ്രീകൃഷ്ണപുരം പാലക്കാടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ആറാമത്തെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ഏഴാമത്തെ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, എട്ടാമത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആൻഡ് ലാസ്റ്റ് 9ാമത്തെ വയനാടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിൽ ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് എന്ന് നിങ്ങൾ അറിയണം. ഇനി 3 ജാതിക്കാർക്ക് 3 എയ്ഡഡ് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ക്രിസ്ത്യൻ ജാതിക്കാർക്കാണ് MAC എന്നുള്ള കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്താണ്. രണ്ടാമത്തെ കോളേജ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് കൊല്ലം, മൂന്നാമത്തെ NSS കോളേജ് പാലക്കാട്. ഇങ്ങനെ 3 കോളേജാണ് എയ്ഡഡ് കോളേജ്. അടുത്തതായിട്ട് എഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവന്നൂർ മലപ്പുറത്താണ്. രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ വെറ്റിനറി കോളേജിന്റെ കീഴിലുള്ള കോഴ്സുകളാണ്. ഒന്ന് കോളേജ് ഓഫ് ഡയറി ടെക്നോളജി എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. രണ്ടാമത്തെ മണ്ണുത്തിയിലുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, മൂന്നാമത്തെ കോളേജ് ഓഫ് ഡയറി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് നാലാമത്തെ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നതാണ് നമുക്ക് 4 കോളേജുകൾ ഉള്ളത്. ഇനി കോളേജ് അണ്ടർ കുഫോസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് ആണ്. അത് നമ്മുടെ സ്കൂൾ ഓഫ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് പനങ്ങാട് ആണ് ഉള്ളത്. അടുത്തത് IHRDയുടെ കീഴിലുള്ള കോഴ്സുകളാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. അതിൻ്റെ കീഴിൽ 9 കോളേജുകളാണ് ഉള്ളത്. നമ്പർ 1 അടൂരുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനംതിട്ട, നമ്പർ 2 ആറ്റിങ്ങൽ തിരുവനന്തപുരത്തിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മൂന്നാമത്തത് ആലപ്പുഴയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നാലാമത്തെ കൊല്ലം കൊട്ടാരക്കരയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, അഞ്ചാമത്തത് ചെങ്ങന്നൂർ ആലപ്പുഴയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, ആറാമത്തത് കരുനാഗപ്പള്ളിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, ഏഴാമത്തത് എറണാകുളം തൃക്കാക്കരയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, എട്ടാമത്തത് പൂഞ്ഞാർ കോട്ടയത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ദ ലാസ്റ്റ് വൺ 9ാമത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ പത്തനംതിട്ടയാണ്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ ലാൽ ബഹദൂർ ശാസ്ത്രി LBS എന്ന് പറയും. നമ്പർ 1 എന്ന് പറയുന്നത് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുള്ളിയാർ എന്ന് പറയുന്നത് കാസർഗോഡാണ്. നമ്പർ 2 എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ LBS കോളേജ് ഉണ്ട്. ഈ കോളേജിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേപ്പിന്റെ കീഴിലുള്ള കോളേജുകളെ കുറിച്ചിട്ടാണ്. അതായത് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ് കേപ്പ് എന്ന് പറയും. ഒന്നാമത്തെ കോളേജ് പത്തനംതിട്ട ആറന്മുളയിലുള്ള കോളേജാണ്. നമ്പർ 2 എന്ന് പറയുന്നത് മുറ്റത്തറ എന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം. നമ്പർ 3 എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയം. നമ്പർ 4 എന്ന് പറയുന്നത് പത്തനാപുരം കൊല്ലത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്പർ 5 എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ കൊല്ലം അല്ലെ, പെരുമൺ ദുരന്തം എന്ന് കേട്ടിട്ടുണ്ട്. ആറാമത്തേത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നപ്പറ. അതുപോലെ നെക്സ്റ്റ് വൺ കാസർഗോഡ് തൃക്കരിപ്പൂരുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. Now the next one is at തലശ്ശേരി and the last one is at വടകര. അങ്ങനെയുള്ള കോളേജുകളൊക്കെ കേപ്പിന്റെ കീഴിലുള്ള കോളേജുകളാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജ് KSRTC, നമ്മൾ KSRTC എന്ന് പറയുമ്പോൾ ബസ്സാണ് അറിയുക അല്ലെ. അതിന്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഏതാണെന്നറിയോ? ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ
MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. ഇടുക്കിയിലെ തൊടുപുഴയിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഈ കോളേജിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ കോളേജില് നിങ്ങൾക്ക് പോളിമർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് അവിടെ ഉണ്ട്. റയർ കോഴ്സാണ്. ISROയിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും കോഴ്സാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.